ഈ കാണുന്ന മൊത്തം സപ്പോട്ടയുടെ നല്ല അടിപൊളി തോട്ടമാണ്. ഇതിങ്ങനെ ഇഷ്ടം പോലെ നല്ല ഒരു 15 അടി പൊക്കമുള്ള മരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ചെറിയ മരങ്ങളുണ്ട്. ഇതെല്ലാം കുട്ടി മരങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സപ്പോട്ടയുടെ തോട്ടത്തിൻ്റെ അകത്ത് കയറുന്നത്. ഇനി ഇവിടുത്തെ ഇതുണ്ടോ, ഈ മരങ്ങൾക്ക് എപ്പോഴും വെള്ളം വേണം. അതിനു വേണ്ടി ഇതേ എല്ലാ മരത്തിനും ചുവട്ടിലിങ്ങനെ പൈപ്പ് വഴി വെള്ളം എപ്പോഴും ഇങ്ങനെ എത്തിക്കുന്നുണ്ടേ. ഈ മരത്തിൽ നല്ല രീതിയിൽ കാകളുണ്ട്. ഫുൾ ടൈം ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഇത് കായ്ച്ചിട്ട് പറിക്കുന്ന സീസൺ ആകുമ്പോഴത്തേന് ഇത് അടുത്തിനുള്ള പൂവൊക്കെ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിന് വിളവെടുപ്പ് കഴിയുമ്പോൾ ഇതേ അടുത്തതിനുള്ളത് പൂവാകുന്നുണ്ട്. എല്ലാ മരത്തിനെയും ചുവട്ടിൽ ഇതേ പൈപ്പ് വഴി കണക്ട് ചെയ്ത് ഈ ഒരു രീതിയാണ് വെള്ളം എത്തിച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇലയ്ക്ക് പകരം മൊത്തം സപ്പോട്ട കഴിച്ച് കിടക്കുവാണേ. ഇതുണ്ടോ, ഈ ഒരു മരത്തിൽ നിറച്ചും സപ്പോട്ട ഇങ്ങനെ ഇല പോലെ ഇങ്ങനെ കഴിച്ച് കിടക്കുവാണ്. ഇവിടെ നെല്ലിക്കയുടെ സൈസ് കണ്ടോ? ഉണ്ടോ? ആ അതെ, പിന്നെ മണ്ടയിൽ ഉറങ്ങി കിടപ്പുണ്ടേ. ഈ കാണുന്ന നെല്ലിത്തോട്ടമാണ്. 1-2 നെല്ലിക്ക വീതമേ ഇതിൽ കിടപ്പുള്ളൂ. ഇതിലെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞാവാനാണ് ചാൻസ്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല പുല്ല് കയറിയിട്ടുണ്ട്. കാരണം വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി ഇത് ഒരു വർഷം എടുക്കും കായ്ക്കാൻ വേണ്ടി. കാരണം പൂവൊക്കെ ഇട്ട് നെല്ലി കായ്ക്കാൻ കുറച്ച് താമസമുണ്ട്. അതിലൊരു അവിടെ നെല്ലിക്ക 1-2 കിടപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ ഇവിടെ കാട് കയറിയിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നുമില്ല. ഇതുണ്ട്, ഇതേ ഒരു നെല്ലിക്ക കിടപ്പുണ്ട്. നല്ല സൈസുള്ള ഒരെണ്ണം കിടപ്പുണ്ട്. എനിക്ക് വന്ന് പറിക്കുമ്പോൾ ഇവർ ഈ പക്ഷികൾക്ക് വേണ്ടി ഓരോ മരത്തിൽ ഓരോന്ന് ഇത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചേക്കുന്നത് ഇതിൽ 2-3 കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ളതും നമ്മൾ മുമ്പേ കണ്ട പോലത്തെ ഓസ് വെച്ചാണ് ഇവിടെയും വെള്ളം നനയ്ക്കുന്നത്. നല്ല അടിപൊളി നെല്ലിയുടെ തോട്ടത്തിന് നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞ ഒരു തോട്ടമാണ്. എന്നാലും നമുക്കത് കാഴ്ചയ്ക്ക് വേണ്ടി 1-2 ഇവിടെ നിൽപ്പുണ്ട്. നല്ല സൈസുള്ള നെല്ലിക്കയാണ്. ഈ ഒരു സൈസുള്ള നല്ല നെല്ലിക്കയാണ്. ടേസ്റ്റും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമ്മൾ കണ്ട ആ സപ്പോട്ട തോട്ടം എവിടെയാണ്? ഈ സൈഡോട്ട് മൊത്തം പുളിന്തോട്ടമാണ്. വിളവെടുപ്പാണ്. അവരതെല്ലാം ഈ പഴുത്തത് നോക്കി പറിച്ച് ഒരു കൊട്ടയിലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറേ ഒരു പേരയുടെ തോട്ടവും കൂടി ഉണ്ട്. നമുക്ക് അവിടെ കൂടെ ഒന്ന് കയറാം. ഇതെല്ലാം ഒരേ തോട്ടം താണോ? ഒരേ മുതലാളിക്കുള്ള അവരത് പറിച്ചു വെക്കുമല്ലോ. ഇപ്പറ പേരൊക്കെ ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട്. 10 കിലോ 20 കിലോ വരും. അത് 20 രൂപയുടെ ഓരോ ബോക്സ് ആക്കി ഇങ്ങനെ വെച്ച് കാണും. ഇവിടെ നല്ല ക്വാളിറ്റി പേരൊക്കെയാണ്. തൃശ്ശൂരോ? ആ ഓക്കെ. ഇപ്പൊ പേരൊക്കെ നിപ്പുണ്ടോ? കുട്ടി പേരയാണല്ലോ. ഇതിൽ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞ കേട്ടോ. ഒരു പറിച്ചു കൊണ്ട് വെച്ചതിൻ്റെ ബാക്കി പിഞ്ച് പേരയാണ് ഈ കാണുന്നത്. പറിക്കാനൊക്കെ നല്ല എളുപ്പം. അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പറിക്കാനുള്ളൂ. ഇതൊക്കെ പഴുത്ത പേരൊക്കെയാണ്. അതൊക്കെ നല്ല പഴുത്ത പേരൊക്കെയാണ്. വിളവെടുപ്പ് കഴിഞ്ഞുള്ളൊരു തോട്ടമാണ്. ഇത് കണ്ടോ, നല്ല മഞ്ഞപ്പഴം. ഇവിടുത്തെ ഈ മണ്ണൊക്കെ നല്ലപോലെ നനഞ്ഞെടുക്കും കേട്ടോ. അവിടെ കണ്ട പോലെ തന്നെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു സപ്ലൈ ഇതിലുണ്ട്. ഇതിലാണ് വെള്ളം, കുഴൽക്കിണറാണ്. ഇതിലൂടെയാണ് വെള്ളം അവർ പേരക്കൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിക്കുന്ന മരുന്നിൻ്റെ ഒക്കെ ഉണ്ടോ, മരുന്നിൻ്റെ ബോട്ടിലൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ മരുന്നൊക്കെയാണ് കേട്ടോ അടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ മരുന്നിൻ്റെ ബോട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്തോ, അയ്യോ
ഇതുണ്ടോ ഒരു പേരക്കപ്പഴത്തിൻ്റെ വലിപ്പം കണ്ട ദേ. എൻ്റെ പൊന്നടാവേ, ഈ പേര നിൽക്കുന്ന ഒറ്റ പേരക്കായിക്ക് ഈ സൈസിലാണ് കേട്ടോ. ഇങ്ങനെ സൈസ് ഇരിക്കുവാണോ? ഇത് ഇത് இந்த கரை வந்து எப்படி போகும்? போயிடும் கையிலே அப்படியா? ഇതപ്പോ തേങ്ങ എണ്ണി പുരട്ടി ഇപ്പോഴിടും. നമ്മളങ്ങനെ വണ്ടി എടുത്തതേ അവരോടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ വണ്ടി തിരിച്ച് പോവാണേ. It's just fired. I see you go down, yeah, I see you go down. I see you go down, yeah, I see you just fired.